ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോയ്ക്ക് മാത്രമല്ല, ഇന്നത്തെ ദിവസത്തിനും എനിക്ക് ഒരുപാട് പ്രത്യേകത ഉള്ളൊരു ദിവസമാണ്, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന, FBയിൽ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും. കാരണം ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു, ഒരുപാട് പേര് വിഷ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീഡിയോസൊക്കെ ആക്കി അയച്ചെന്ന് ഒരുപാട് അനിയത്തിമാരും അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ലാത്ത ഫ്രണ്ട്സ് യൂട്യൂബിൽ കാണും. അപ്പോൾ അവരുടെ അറിവിനായിട്ട് പറയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 6th വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരുപാട് സ്നേഹിച്ചും അങ്ങനെ 6ാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുകയാണ്, അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമാണ് ഇന്ന്. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് വീഡിയോ കാണും എൻ്റെ അണ്ണൻ. അപ്പോൾ എൻ്റെ അണ്ണനെ തന്നെ ആദ്യം വിഷ് ചെയ്യാം. ലവ് യു സോ മച്ച്, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി മുത്തേ. അപ്പോൾ അണ്ണൻ എനിക്കൊരു മാസം മുമ്പേ ഫ്രണ്ട് വന്നപ്പം എനിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടിരുന്നു. അപ്പം ഞാൻ ആ ഗിഫ്റ്റ് ഒരു മാസത്തിന് ശേഷം ഇന്ന് ഞാൻ തുറന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അണ്ണനെ കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ തുറന്ന് ഒന്ന് നോക്കിപ്പിച്ചു. പക്ഷേ ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് അത് അടച്ചു വെച്ചു, ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അന്ന് ഞാൻ അണ്ണൻ്റെ നിർബന്ധത്തിന് വേണ്ടി ഒന്ന് നോക്കിയിട്ട്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ച് നല്ലതായിട്ട് നോക്കിയതേ ഇല്ല. അപ്പോൾ ഒരുപാട് കാലം ഞങ്ങൾക്ക് 2 പേർക്കും ഇങ്ങനെ പൊന്നൂസിനെയും മോറൂട്ടനെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാതെ തരട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോയമ്പ് തുറന്നതിന് ശേഷം ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊച്ചൊരു സന്തോഷം. അപ്പം കുറേ അനിയത്തിമാരൊക്കെ ചോദിച്ചു കിട്ടാം സ്പെഷ്യൽ വീഡിയോ ഉണ്ടോ വെഡിങ് ആനിവേഴ്സറിക്ക്. അപ്പോൾ സ്പെഷ്യൽ വീഡിയോ, ഒരു കുട്ടി വീഡിയോ. അപ്പോൾ അണ്ണ അയച്ചെന്ന ഗിഫ്റ്റൊക്കെ കാണിക്കാം, ഞാൻ അണ്ണന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഗിഫ്റ്റൊക്കെ കാണിക്കാം. അപ്പോഴത്തേക്ക് അണ്ണനും ഫ്രീ ആവും. നോമ്പ് കുറിക്കുന്ന സമയമൊക്കെ കഴിയുമ്പോൾ അണ്ണന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അണ്ണനും വീഡിയോ കോൾ വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം. ഹായ് മുത്തേ, ഐ ലവ് യു ഡാ, ഐ ലവ് യു സോ മച്ച്. ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ് നാട്ടിൽ വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല. അത് എൻ്റെ പൊന്നുമോള് അഡ്ജസ്റ്റ് ചെയ്യ്, ഇൻഷാ അല്ലാഹ് അടുത്തോട്ട് നമുക്ക് കൂടാം. ഇണക്കവും പിണക്കവും ആയിട്ട് 6 വർഷം കടന്നുപോയി. ഇനിയുള്ള കാലവും സന്തോഷവും സമാധാനം നിറഞ്ഞ നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ മുത്തിന് 1000 വെഡ്ഡിങ് ആനിവേഴ്സറി ഉമ്മ. അപ്പോൾ നോയമ്പൊക്കെ മുറിച്ചു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ലവ് ഹാർട്ട് ഷേപ്പിൽ ബലൂൺസ് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ഇവിടെ ഇരുന്ന ഹാർട്ടൊക്കെ പൊന്നൂസും മോളുടനെ ഇളക്കിക്കൊണ്ട് പോയി. അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ കേക്ക്. ഇത്രയും നേരം ഫ്രീസറിൽ വെച്ചേക്കുവായിരുന്നു. നമുക്ക് തുറന്നു നോക്കാം. പൊന്നൂസും മോളുടെ ആകെ ബഹളം. തുറക്കണം. കൈ വെക്കരുത്. മുറിച്ചിട്ട് പിടിക്ക്. നമുക്കിനി ഇതെടുത്ത് വെളിയിൽ വെക്കാം. നീ വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ ചെറിയ വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. കേക്ക് കട്ട് ചെയ്താൽ പിന്നെ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അനിയത്തിയാണ്, നമ്മൾ സാച്ചി എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള പേര് അലാന എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക്. എൻ്റെ സാധാരണ ഹാർട്ട് പോലെ വെളുത്ത ഹാർട്ടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കേക്ക് കട്ടിയട്ടെ. അത്താടെ അമ്മാടെ വെഡിങ് ആനിവേഴ്സറി കേക്ക് തിന്നില്ല ആരാന്നല്ലോ. എന്തൊക്കെ കാണലല്ലേ ദൈവമേ.
പൊന്നൂസിന് ഈ വൈറ്റ് ഫോറസ്റ്റിന്റെ വൈറ്റ് ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏത് കേക്കാണെങ്കിലും അവൾ എടുക്കും. 6th വെഡിങ് ആനിവേഴ്സറി സാലിഹ ഷാജഹാൻ. നക്കത് ലക്കികള്. പൊന്നൂസിനെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. നക്കുന്നു എല്ലാം കിട്ടിയതില്ല. തീറ്റി പണ്ടാരങ്ങളാണ്. ഹായ് ഗേസ്, ആക്രാന്തം. പോട്ട് സാരല്ല സാരല്ല, പോട്ട് കുഞ്ഞുങ്ങളുടെ നേരത്തെ തേക്കില്ലേടാ പ്ലീസ് അടാ പ്ലീസ്. പോട്ടില്ല അപ്പം ഇത് ഞാൻ സാധാരണ കൊടുക്കുന്ന ഗിഫ്റ്റാണ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഷർട്ടാണ്. അണ്ണൻ എപ്പോഴും ഉപയോഗമുള്ള സാധനം കൊടുക്കുന്നതിന് ഇഷ്ടം. അപ്പം എപ്പം ഞാൻ പൊന്നൂസിൻ്റെ മോളുടനെ എനിക്ക് ഡ്രസ്സ് എടുത്താലും ഇതുപോലെ ഓരോ ഷർട്ട് എടുത്ത് അണ്ണന് വെക്കാറുണ്ട്. അപ്പം നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ, അതുപോലെ ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇത് അണ്ണൻ തന്നെ വരുമ്പോൾ തുറന്ന് നോക്കും. അപ്പം ഞാൻ ഷർട്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ തുറന്ന് നോക്കി കാണിക്കുന്നില്ല. അണ്ണേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അണ്ണ എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഇത് 1 മാസമായി എന്നെ കഴിക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ പൊന്നൂസ് കേക്ക് തീറ്റിയ. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഇന്ന് തന്നെ നോക്കണമെന്ന്. അപ്പം അണ്ണ അന്നേ പറഞ്ഞു നീ എടുത്ത് നോക്ക് നിനക്ക് ഇഷ്ടമായോ ഇല്ലയോ. അപ്പം അണ്ണൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ച് ഇഷ്ടമായി എന്നിട്ട് പറഞ്ഞു. ഞാനിത് നല്ലപോലെ കണ്ടില്ല. എനിക്ക് വെഡിങ് ആനിവേഴ്സറി കൊടുത്തു വിട്ടാൽ ഞാൻ ഇന്നേ നോക്കും എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അപ്പം അണ്ണൻ കൊടുത്ത ഗിഫ്റ്റാണ്. ഇതാണ് എനിക്ക് വെഡിങ് ആനിവേഴ്സറി കൊടുത്തിട്ട ഗിഫ്റ്റ്. ഇതെനിക്കൊരു ഇത്തിരി വലുതാണ്. അപ്പോൾ അന്നത് നോക്കിയപ്പോൾ ഇത്തിരി വലുതാണ്ടെന്ന് പറയുമ്പോൾ അണ്ണൻ ഒരുപാട് വിഷമമായി. ഞാൻ എൻ്റെ ചെറിയ വിരലിൻ്റെ അടയാളത്തിന് എടുത്തത് പിന്നെ എങ്ങനെ വലുതായി, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചോദിച്ചാൽ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഭയങ്കര വിലയാണ്. ഒരു മുട്ടായി ആണെങ്കിൽ പോലും അതിന് വല്ലാത്ത വിലയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് പക്ഷേ വിലയാണ്. ഇത് എനിക്കല്ല കൊടുത്തിട്ടത്, ഇത് അണ്ണൻ്റെ പൊന്നൂസിന് കൊടുത്തു വിട്ട. അപ്പോൾ വീഡിയോയിൽ ഇട്ട് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നൂസിന് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഗിഫ്റ്റാണ് എനിക്ക് വെഡിങ് ആനിവേഴ്സറി കൊടുത്തിട്ടത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ തോന്നും നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും ഒന്നും, അങ്ങനെ ഒരിക്കലുമില്ല. കാരണം നമ്മുടെ അടുത്തില്ലാത്തതായതുകൊണ്ട് എന്തോ അങ്ങനെ കൊടുത്തിടുമ്പോൾ വല്ലാത്തൊരു സ്നേഹമാണ്. അണ്ണേ ലവ് യു സോ മച്ച്. മോറുണ്ടനെ കണ്ട മോറുണ്ട കേക്കൊക്കെ മുഖത്തൊക്കെ വാരി ചേച്ചി അലഞ്ഞ കോലത്തിലായി. ഒരു ഹായ് പറ എല്ലാവർക്കും. അപ്പോൾ ഇവിടെ ആകെ ബഹളമായിരുന്നു. ഈ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ഇടുന്ന മുഖത്തൊക്കെ തേച്ച് സാധനം പിള്ളേരും ഒക്കെ ആകെ ബഹളം, ആകെ പിള്ളേർ കുളമാക്കി കളഞ്ഞു. അപ്പം നമുക്ക് എല്ലാവരും വേണ്ടി ആഹാരം കഴിക്കാം, ഫുഡ് കഴിക്കാം. ഓ സൈലന്റ് പ്ലീസ്. ഇപ്പോഴും പറയാം ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. പൊന്നൂസിന് ബിരിയാണി മതിയോ, ഫ്രൈഡ് റൈസ്? എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുന്നു. സാരദിന കൂട്ടുകാരൊക്കെ വെളിയിലിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അകത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ കട നമ്മൾ 7 മണിയാകുമ്പോൾ അടയ്ക്കുന്നതുകൊണ്ട് അമ്മയൊക്കെ വന്നു. മോനൂട്ടന് കറി വേണ്ട. മോനൂട്ടൻ എന്ത് പറ്റുന്നേ? ബിരിയാണിയോ? എന്നാ തിന്ന്. എനിക്ക് പൊറോട്ട മതി. അത്ത എനിക്കറിയൂ. മോനൂട്ടന് അപ്പോൾ ഓക്കെ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി
ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഈ ചെറുക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ മുഖത്തൊക്കെ വെച്ച് തേച്ച് ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ആ ഇടയിൽ എനിക്കങ്ങ് വിഷമമായിപ്പോയി. പോടാ, എൻ്റെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ തേച്ച് കളിക്കാൻ എനിക്ക് വിഷമമായി. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആകെ എനിക്ക് ബഹളമായിപ്പോയി. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ അണ്ണനെ വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഓക്കെ, ടാറ്റ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ.